നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതിഷേധം കനക്കുന്നു. വിവിധ സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. SFI നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. NDA പിരിച്ചുവിടുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്റ്റേഷൻ പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായ കാഴ്ചയാണ് ദൃശ്യങ്ങളിലേക്ക്. SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് വടകരയിൽ ഈ നിലയിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ച സഹകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഐതിഹാസികമായ ഒരു പോരാട്ടത്തിനാണ് ഈ രാജ്യത്തിന്റെ യുവത ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ യുവത നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ ഏതെല്ലാം നിലയിൽ മൃഗീയമായി അടിച്ചമർത്താൻ വേണ്ടി സാധിക്കുമോ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ദേശീയ സുരക്ഷാ നിയമം എന്നതിന്റെ പേരിൽ എത്ര കാലം വേണമെങ്കിലും അവിടുത്തെ സമരം ചെയ്യുന്ന ആളുകളെ തടങ്കലിൽ നിർത്താനുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കരുതൽ തടങ്കിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള കടകളെല്ലാം അടച്ചുപൂട്ടുകയാണ്, അവിടെയുള്ള യാത്രാ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ്. അവിടെ നിന്ന് പോലീസ് തന്നെ സ്വമേധയാ തകർത്ത കാറ് അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന കാഴ്ച നാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവിടെ സമരം നടത്തുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന കാഴ്ചയാണുള്ളത്. നിങ്ങൾ നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ സമരം ചെയ്യുന്നത്? അവരുടെ ഭാവിയെ തകർത്തിട്ടുള്ള ഈ രാജ്യത്തിനകത്തുള്ള സിസ്റ്റം ഫെയിലിയറാണ് എന്ന് തുടർച്ചയായി ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് തുടർച്ചയായി NT നടത്തുന്ന എല്ലാ പരീക്ഷകളും ഈ രാജ്യത്ത് അട്ടിമറിക്കപ്പെടുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിൽക്കുന്ന സാഹചര്യമാണ് ഈ രാജ്യത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോ നമ്മൾ പറയാറുണ്ട്, മാധ്യമങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ തട്ടിപ്പ് നേതൃത്വം നൽകിയ ഇയാളുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഈ രാഷ്ട്രീയമാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലുള്ള യുവമോർച്ച നേതാവായിട്ടുള്ള ദിനേശ് എന്ന് പറയുന്നയാളാണ് ഈ മാഫിയയുടെ നേതൃത്വം എന്ന് ഏതെങ്കിലും മാധ്യമം ഈ രാജ്യത്തിന്റെ ഇതിനകത്ത് പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കാൻ ഈ സമരങ്ങൾ ആരും അറിയേണ്ടതില്ല. ഈ മാഫിയകൾക്ക് സംരക്ഷണം എടുക്കുന്ന നിലപാടാണ് ഈ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടാവുന്നത്. തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൾ ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ ഈ രാജ്യത്തെ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെയാണ് ഇവിടെ രാജ്യദ്രോഹികളെന്ന് ഈ നരേന്ദ്രമോദിയുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ഒറ്റുകൊടുത്തിട്ടുള്ള, ഇന്നും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന RSSന്റെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കളായിട്ടുള്ള ആളുകൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദേശത്തെ ആകെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾക്ക് വെടിയുണ്ട നെഞ്ചിലേറ്റ് വാങ്ങിയാലും ഈ രാജ്യത്തിന്റെ കൂറ് ഉയർത്തി പിടിച്ചുകൊണ്ട് പോരാടിയിട്ടുള്ള ഈ രാജ്യത്തെ കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ടുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ സമരത്തെയാണ് രാജ്യദ്രോഹികളെ സമരമായി ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ മുദ്രകുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഇതേ നിലയിൽ ഈ സമരത്തെ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായി ഈ സമരത്തെ ജിഹാദികൾ നേതൃത്വം നൽകുന്നു എന്ന് പറയുക. ഈ സമരം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഈ രാജ്യത്തിനകത്ത് 22ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുള്ളതിന് കാരണം എന്താണ്? അതിനുള്ള കാരണമെന്ന് പറയുന്നത്
അവരുടെ ഭാവിയായിട്ടുള്ള അച്ഛനും അമ്മയും നിങ്ങളെയും നമ്മളെയും എല്ലാം പോലെ സ്വന്തം കയ്യിലിരിക്കുന്ന സ്വത്തുമെല്ലാം വിറ്റും പണയം വെച്ചുമെല്ലാമാണ് ഒരു കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് തങ്ങൾക്ക് അത്രമേൽ ശ്രമകരമായി വലിയ രൂപത്തിൽ പഠിച്ച് വലിയ മാർക്ക് നേടാൻ വേണ്ടി ആഗ്രഹിച്ചു വലിയ സ്വപ്നങ്ങളിലൂടെ ഈ പരീക്ഷ എഴുതുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ 10,000-നും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി ഈ പരീക്ഷ ജോലി പേപ്പർ ഈ പറഞ്ഞ മാഫിയകൾക്ക് വിറ്റു നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്.